നാളിലെ തിരക്ക് പേടിച്ച് ഇന്നലെ കൊച്ചി നഗരത്തിൽ ഷോപ്പിംഗിന് ഇറങ്ങിയവർ ശരിക്കും വലഞ്ഞു. ഇടവഴികളിൽ കൂടി പോലും പോകാനാകാതെ പലരും ഷോപ്പിംഗ് ഉപേക്ഷിച്ച് മടങ്ങി. ഇടപ്പള്ളിയിലും കലൂരും MG റോഡിലും വൈറ്റിലയിലും നഗരം ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ചു നിന്നു. നഗരകവാടങ്ങളായ ഇടപ്പള്ളി വൈറ്റില ജംഗ്ഷനുകൾ, നഗരഹൃദയമായ MG റോഡ്, ഏറ്റവും കൂടുതൽ ബസ്സുകൾ കടന്നു പോകുന്ന കലൂർ ജംഗ്ഷൻ, ഒരു വണ്ടി നീങ്ങാൻ മണിക്കൂറിനടുത്ത് എടുക്കേണ്ട അവസ്ഥയായിരുന്നു നഗരത്തിൽ ഇന്നലെ. പ്രധാന റോഡുകളിൽ കുരുക്കുമുറിയതോടെ വണ്ടികൾ ഇടവഴികളിലേക്ക് കയറി. പിന്നെ അവിടെ നിന്ന് പുറത്തു കിടക്കാൻ പെടാപ്പാടായി. കുരുക്കഴിക്കാൻ പോലീസ് സജീവമായി രംഗത്തിറങ്ങിയെങ്കിലും ഫലം തഥൈവ. ഒരു വഴിയിലെ കുരുക്ക് ഒഴിവാക്കുമ്പോൾ അടുത്ത വഴിയിൽ അതിനേക്കാൾ നീളത്തിൽ വണ്ടികൾ കെട്ടിക്കിടക്കുന്ന കാഴ്ച. കൊച്ചിയിൽ ഗതാഗതക്കുരുക്ക് പുതുമയല്ലെങ്കിലും ഇതുപോലൊരു അഴിയാക്കുരുക്കിൽപ്പെടുന്നത് ഇതാദ്യമെന്ന് യാത്രക്കാർ. ഞാനിവിടെ രാവിലെ എറണാകുളത്ത് ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. പക്ഷേ ഈ ഭയങ്കരമായിട്ട് ബ്ലോക്ക് കാരണം ഒന്നും ഷോപ്പ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ വൈകുന്നേരമായിട്ടും ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിലേക്ക് വരാൻ തന്നെ ഭയങ്കര പേടി പോലെയാണ്. കാരണം ഈ ബ്ലോക്കിൽ പെട്ടുപോകുന്നുള്ള ഭയമാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നതെന്ന് തന്നെ പറയുമ്പോൾ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഇത്തവണ ഗതാഗതക്കുരുക്ക് ഇത്ര മുറുക്കിയത്. തോന്നിയിടത്തെല്ലാം പാർക്കിംഗ് കൂടിയായപ്പോൾ കുരുക്ക് പൂർത്തിയായി. അന്യജില്ലകളിൽ നിന്ന് ഷോപ്പിംഗിനെത്തിയവർ ഓരോ ജംഗ്ഷനിലും വഴി ചോദിച്ചു നീങ്ങിയതോടെ കുരുക്കിന്റെ നീളവും കൂടി. VIP-കൾക്ക് വഴിയൊരുക്കാൻ വാഹനങ്ങൾ തടഞ്ഞെടുക്കുക കൂടി ചെയ്തപ്പോൾ തിരക്ക് പൂർണ്ണം. ഓണം മേളകളിലെയും വഴിയോര വാണിഭങ്ങളിലെയും തിരക്ക് റോഡിലേക്ക് നീണ്ടു. പതിവായി എത്തുന്നതിനേക്കാൾ 5000-ലധികം വണ്ടികളാണ് ഇന്നലെ നഗരത്തിലെത്തിയത്. തിരക്കിനകപ്പെട്ട് ഷോപ്പിംഗ് വേണ്ടെന്ന് വെച്ച് മടങ്ങിയവർ നിരവധി. ഒരു പർച്ചേസിനൊന്നും സാധിക്കുന്നില്ല. വീട്ടിൽ ചെന്ന് ഫാമിലിയെയും കൂട്ടി എറണാകുളത്ത് പർച്ചേസിന് വരാന്ന് വെച്ചാൽ നടക്കുന്നില്ല. 2 വീലറിന് ഈ അവസ്ഥ. 4 വീലർ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ബസ്സിനാണെങ്കിൽ ടൗൺ കവർ ചെയ്യാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറിന് മേലെങ്കിലും എടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം കോട്ടയത്ത് നിന്ന് എറണാകുളം ടൗണിലേക്ക് വന്നത്, രാവിലെ വന്നത്. പക്ഷേ ഈ ബ്ലോക്ക് കാരണം എവിടെയും പോകാൻ പറ്റത്തില്ല. ഇതുവരെ ഒരു പർച്ചേസിംഗ് നടന്നിട്ടുമില്ല, എങ്ങോട്ടും തിരിയാനും പറ്റത്തില്ല. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്ക് പേടിച്ച് ഇന്നലെ ഷോപ്പിങ്ങിനെത്തിയവരുടെ അനുഭവം ഇതായിരുന്നു. ഇന്നലെ വൈറ്റിലയിൽ നിന്ന് കച്ചേരിപ്പടിയിലെത്താൻ 1 മണിക്കൂറിലധികം എടുത്തെങ്കിൽ ഇന്ന് അതൊട്ടും കുറയാനിടയില്ല. കൊച്ചിക്കിത് അഴിക്കുംതോറും മുറുകുന്ന ഗതാഗതക്കുരുക്കിന്റെ കൂടി ഒരോണം.